ഹാപ്പി മദേഴ്സ് ഡേ. എല്ലാവർക്കും മദേഴ്സ് ഡേ ആശംസകൾ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. എൻ്റെ അമ്മയുടെ പേര് ശ്രീദേവി എന്നാണ്. ഞാനൊരു 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പം അച്ഛൻ ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയി. അപ്പം 8ാം ക്ലാസ്സിൽ പഠിക്കുന്നതിന് മുമ്പായാലും ഞങ്ങളുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കിയത് ഞങ്ങളുടെ അമ്മയാണ്. കാരണം ഞങ്ങളുടെ അച്ഛൻ കുറച്ച് ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൽ സ്ഥിരമായിട്ട് അടിയും വഴക്കും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 8ാം ക്ലാസ് എത്തിയപ്പോഴാണ് ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് അച്ഛൻ്റെ വഴിക്ക് പോയി, ഞങ്ങൾ ഞങ്ങളുടെ വഴി. അപ്പോൾ അതിന് ശേഷം ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കി. അതിന് മുമ്പാണെങ്കിലും ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കി ഞങ്ങളെ വളർത്തിയത് ഞങ്ങളുടെ അമ്മയാണ്. നമുക്ക് എന്താവശ്യം എനിക്ക് എൻ്റെ ബ്രദറിന് എന്ത് വേണമെന്ന് പറഞ്ഞാലും നടത്തിത്തരും. അതുപോലെ തന്നെ എന്നെ MSW വരെ പഠിപ്പിച്ചു, എൻ്റെ കല്യാണം നടത്തി. അതുപോലെ തന്നെ എൻ്റെ അനിയനെ ഇപ്പോൾ ITIക്ക് പഠിപ്പിക്കുന്നു, ഞങ്ങൾക്കിപ്പോൾ ഒരു വീട് വെച്ച് തന്നു. അങ്ങനെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് എല്ലാം, അതുപോലെ തന്നെ എന്ത് വേണമെന്ന് പറഞ്ഞാലും അമ്മയെക്കൊണ്ട് സാധിക്കുന്ന എല്ലാം അമ്മ നടത്തിത്തരും. അമ്മയുടെ കാര്യങ്ങളൊന്നും ചെയ്യാതെ ആണെങ്കിലും നമുക്ക് വേണ്ടി അമ്മ എല്ലാം മാറ്റിവെച്ച്, അമ്മയ്ക്ക് എത്ര വയ്യെങ്കിലും അമ്മ ഹോസ്പിറ്റലിൽ പോകത്തില്ല, എത്ര നല്ലൊരു സാധനം കണ്ടാൽ മേടിക്കത്തില്ല. അങ്ങനെ എന്തും നമുക്ക് വേണ്ടി, ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ മേടിച്ച് തരും. ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടുപോകും. അങ്ങനെ അമ്മയ്ക്ക് വേണ്ടതൊന്നും അമ്മ ചെയ്യാതെ നമുക്ക് വേണ്ടി, അതായത് എനിക്കും എൻ്റെ ബ്രദറിനും വേണ്ടി ജീവിച്ച ഒരാളാണ് അമ്മ. ഇപ്പോഴും ജീവിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയാണ്. ഞങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അമ്മ ജീവിക്കുന്നത് തന്നെ. അപ്പം ഇതേപോലത്തെ ഒരു അമ്മയെ എനിക്ക് ഇനി എത്ര ജന്മം എടുത്താലും, ഞാൻ ഇനി ലോകത്ത് ജനിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ അമ്മ തന്നെ മതി. വേറൊരു അമ്മ എനിക്ക് ചിന്തിക്കാൻ വയ്യ. അതുപോലെ അമ്മയില്ലാത്ത ലോകത്തെപ്പറ്റി എനിക്ക് ഓർക്കാൻ വയ്യ. അമ്മയും അനിയനും ഇല്ലാത്തൊരു ലോകം എനിക്കില്ല. അത്രയ്ക്കും, കാരണം ഇതേപോലെ ഒരു അമ്മയെ തന്നത് അത്രയ്ക്കും ഞാൻ എന്താ പറയണ്ടേ, ഒരു ഭാഗ്യമുള്ള ഒരാൾ, അത്രയ്ക്കും ഞാൻ ലക്കി ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും നല്ലൊരമ്മ, അത്രയ്ക്കും എൻ്റെ അമ്മ എനിക്ക് അത്ര ഇഷ്ടമാണ്. അത്രയ്ക്കും ഒരു നല്ല അമ്മയാണ് എനിക്ക് കിട്ടിയത്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എന്തും ഷെയർ ചെയ്യാൻ പറ്റും, നല്ലൊരു കൂട്ടുകാരിയാണ്, നല്ലൊരു കൂട്ടാണ് ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക്. അതുപോലെ തന്നെ നമുക്കെന്തും മേടിച്ച് തരും, എന്തും അമ്മയെക്കൊണ്ട് നടത്താൻ പറ്റുന്നതാണെങ്കിൽ ചെയ്തു തരും. അത്രയ്ക്കും എന്താ പറയണ്ടേ, അത്രയ്ക്കും, അതുപോലെ തന്നെ അത്രയ്ക്കും ഹാർഡ് വർക്ക് ചെയ്ത് അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് അമ്മ നമുക്ക് വേണ്ടി വീട് വെക്കാനായാലും അതുപോലെ തന്നെ ഞങ്ങളെ പഠിപ്പിക്കാനായാലും എല്ലാം എൻ്റെ അമ്മ ഒരാൾ മാത്രം ഒറ്റയ്ക്ക് നിന്ന് ചെയ്തത്. പിന്നെ ഞങ്ങളുടെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ സപ്പോർട്ട് ചെയ്തു. എങ്കിലും കൂടുതൽ എൻ്റെ അമ്മ ഒരാളാണ് ഇത്രയും കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരാൾ. അതായത് ഞങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ അമ്മ വേറെ എന്താ പറയണ്ടേ, ഞങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അമ്മയുടെ ജീവിതം മാറ്റിവെച്ചത്. അതുപോലെ ഇപ്പോഴും അമ്മ ജീവിക്കുന്നത് ഞങ്ങൾക്ക് രണ്ടിനും വേണ്ടിയാണ്, എനിക്ക് എൻ്റെ ബ്രദറിനും വേണ്ടിയാണ്. അപ്പോൾ ഇതേപോലൊരു നല്ല അമ്മയെ എനിക്ക് കിട്ടിയതിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. ഇനി എത്ര എന്താ പറയണ്ടേ, എത്ര ജന്മം ജനിച്ചാലും ഇതേപോലൊരു അമ്മയുടെ ഈ അമ്മ തന്നെ മതി. എനിക്ക് വേറൊരു അമ്മയെപ്പറ്റി ചിന്തിക്കാനേ പറ്റത്തില്ല. അത്രയ്ക്ക് എനിക്ക് എൻ്റെ അമ്മ ഇഷ്ടമാണ്. എല്ലാവർക്കും എല്ലാവരുടെ അമ്മമാരും പ്രിയപ്പെട്ടതാണ്. അതേപോലെ എനിക്കും എൻ്റെ അമ്മ പ്രിയപ്പെട്ടതാണ്. വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്ത അത്രയാണ് എനിക്ക് എൻ്റെ അമ്മ. അമ്മയില്ലാത്ത അമ്മയാണെങ്കിലും കർമ്മം കൊണ്ട് അച്ഛനും കൂടാണ് ഞങ്ങളുടെ അമ്മ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി മദേഴ്സ് ഡേ. മദേഴ്സ് ഡേ ആശംസകൾ ഒന്നും കൂടെ ഞാൻ നേരുന്നു. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.